മനുഷ്യരെയാണ് എല്ലാ ജീവജാലങ്ങൾക്കും പേടിയുള്ളത്. നമ്മൾ കീപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ആനൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം മുന്നോട്ട് വരും. പേടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ പേടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്ന സമയത്താണ് ഉപദ്രവിക്കാൻ വരുന്നത്. ശരിക്കും കാട്ടുപോത്ത് എന്ന് പറയുന്ന പ്രയോഗം തെറ്റായിട്ടുള്ള പ്രയോഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും കാട്ടിയാണ്, കാട്ടു പശു എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഞാൻ വിചാരിച്ചിരുന്നത് പന്നി കഴിക്കുന്നത് ഈ കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട സാധനങ്ങൾ മാത്രമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് എനിക്ക് ആ ധാരണ മാറിയത്. ഒരു റോഡ് സൈഡിലൂടെ പോകുന്ന സമയത്ത്, ഒരു കാനനപാതയിലൂടെ പോകുന്ന സമയത്ത് ഒരു കുരങ്ങ് ചത്ത് കിടക്കുന്ന സമയത്ത് ഈ ചത്ത കുരങ്ങിനെ പന്നി കഴിക്കുന്നുണ്ട്. വയനാട് കാടുകളിലൂടെ പോകുന്ന സമയത്ത് അങ്ങോട്ട് നിന്നിട്ട് മുന്നിൽ നിന്നുകൊണ്ട് ആനൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആന ആക്രമിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓടി പോന്നു, രക്ഷപ്പെട്ടു. കരടികൾ മാംസവുക്കല്ല, നമ്മളെ മീറ്റൊന്നും അവർ കഴിക്കില്ല. ഈ പാമ്പിൻ്റെ ഫോട്ടോ എടുക്കാൻ പോകുന്ന സമയത്തുള്ളൊരു ബുദ്ധിമുട്ട്, അത് താഴെക്കൂടെ ആയിരിക്കും, പിന്നെ അത് സുരക്ഷയും പ്രധാനമാണല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരു നല്ല ഫോട്ടോയെക്കുറിച്ച് പറയാനുണ്ടോ? ഒരു റോക്ക് പൈത്തൻ്റെ ചിത്രമെടുത്ത് അത് എനിക്ക് നല്ല നിമിഷമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ പാമ്പുകൾ, പിന്നെ നമ്മൾ പരിസ്ഥിതിക്കൊക്കെ വേണ്ടിയിട്ട്, ഫോറസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവേസീവ് പ്ലാന്റ്സ് റിമൂവൽ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ധാരാളം അണലികളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അണലികളാണ് കാട്ടിൽ പോകുന്ന സമയത്ത് പാമ്പിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പേടിക്കേണ്ട ഒരു ജീവി അണലിയും അതുപോലെ തന്നെ വെള്ളിക്കെട്ടൻ എന്ന് പറയുന്ന പാമ്പിനെയാണ് പേടിക്കേണ്ടത്. അപ്പം നമ്മൾ കാട്ടിലൂടെ പോകുന്ന സമയത്ത് പല ആളുകളും ചെരുപ്പൊന്നും ഉപയോഗിക്കാതെയൊക്കെ കാട്ടിലൂടെ യാത്ര ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു അത്തരം സാഹസങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോരുത്തർക്കും ഓരോരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് യാത്ര ചെയ്യാം, ടേസ്റ്റ് ഉണ്ടാവും, അവർ ഇഷ്ടത്തിനനുസരിച്ച് യാത്ര ചെയ്യാം. പക്ഷേ നമ്മളൊരു സുരക്ഷയുടെ ഭാഗമായിട്ട് നമ്മൾ ഷൂ ഒക്കെ ഉപയോഗിക്കുന്നതും ഒക്കെ നല്ലതാണ്. ട്രക്കിങ്ങിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഷൂകൾ ഉപയോഗിച്ചിട്ട് വേണം യാത്ര ചെയ്യാൻ. കാരണം ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാരെന്താ ചെയ്യുക? കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പോലും ബുദ്ധിമുട്ടാവില്ലേ? ഇവരെ തിരിച്ച് കൊണ്ടുവരണം, ആ യാത്ര അവിടെ ബ്ലോക്ക് ആവില്ലേ? നമ്മൾ സുരക്ഷിതത്വം എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കാട്ടിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളവിടെ എട്ടാരിയും പല്ലിയൊക്കെയാണ് അവരെ മനസ്സിൽ തിരിച്ചാക്രമിക്കും എന്നുള്ളതിൽ നമ്മൾ ആ ഒരു മൈൻഡിൽ വേണം പോകാൻ. അനിമൽസിൻ്റെ ബിഹേവിയർ നമ്മൾ പഠിക്കുക. ഐ ടു ഐ കോണ്ടാക്റ്റ് എപ്പോഴും മൃഗങ്ങളുമായിട്ട് കീപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമങ്ങൾ നടത്തണം. മനുഷ്യരെയാണ് എല്ലാ ജീവജാലങ്ങൾക്കും പേടിയുള്ളത്. നമ്മൾ കീപ്പ് ചെയ്യുന്ന സമയത്ത് ആനൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം മുന്നോട്ട് വരും. പേടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ പേടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്ന സമയത്താണ് ഉപദ്രവിക്കാൻ വരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിട്ടില്ല. നമ്മൾ ഒരു ഹോർമോണ് രൂപീകരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പേടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹോർമോണിൻ്റെ സ്മെല്ലൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഞാൻ വായിച്ചിട്ടുള്ളത്. നമ്മൾ പേടിക്കാതിരിക്കണം. ഈ ബന്ദിപ്പൂര് പോകുമ്പോൾ തന്നെ നമുക്ക് കാട്ടുപോത്തുകളൊക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ ഈ കാട്ടുപോത്തുകളുടെ ഏതെങ്കിലും എടുത്തൊരു നല്ല ഫോട്ടോയെ കുറിച്ച് പറയാൻ കഴിയും? ഇത് ഭയങ്കര ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ജീവിയാണ് കാട്ടുപോത്ത്. അധിക സമയത്തും കൂടെ അതിൻ്റെ ഭാര്യമാരും, നമ്മൾ അങ്ങനത്തെ ഒരു പ്രയോഗം കാട്ടിൽ തെറ്റായിട്ടുള്ള പ്രയോഗം കേട്ടോ, അവരുടെ ഭാര്യമാരും അല്ലെങ്കിൽ മക്കളൊക്കെ ഒരുമിച്ചിരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സാധനം ഉണ്ടാവും. കാട്ടുപോത്തിൻ്റെ കുട്ടികൾ പ്രസവിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വെള്ള കളറായിരിക്കും, ഒരു ചാര കളർ കൂടിയിട്ടുള്ള വെള്ള കളറായിരിക്കും. പിന്നീട് രൂപം വലുതാവുന്നതിനനുസരിച്ച് അതിൻ്റെ ശരീരത്തിൽ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാട്ടുപോത്തിൻ്റെ അടുത്ത നിമിഷങ്ങളിൽ വെള്ളം കുടിക്കുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ട്. അത് നല്ല ഭംഗിയിൽ ആസ്വദിച്ചാണ്. അതിൻ്റെ കൊമ്പുകളൊക്കെ തന്നെ ഭയങ്കര ഭംഗിയല്ലേ കാണാൻ. കാലിൽ സോക്സ് ഇട്ട പോലെയാണ് കാട്ടുപോത്തിൻ്റെ കാലും കാണുന്നത്, വെള്ള സോക്സ് ഇട്ട പോലെയാണ്. ശരിക്കും കാട്ടുപോത്ത് എന്ന് പറയുന്ന പ്രയോഗം തെറ്റായിട്ടുള്ള പ്രയോഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും കാട്ടിയാണ്, കാട്ടു പശു എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. കാട്ടി എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാട്ടി എന്നുള്ള പ്രയോഗമാണ് ശരിക്കും അതിനെ ഉച്ചരിക്കേണ്ടത്. ലോകത്തിൽ 2 സ്ഥലത്തുള്ള ഒറ്റക്കൊമ്പൻ റെയിൻ ഉള്ളത്. ഒന്ന് ഇന്ത്യയിലുള്ള ഈ കാസിരംഗ നാഷണൽ പാർക്കിലും പിന്നെ നേപ്പാളിലെ ചിത്വാൻ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ്. 2 സ്ഥലത്തും പോയിട്ടുണ്ട്. ഇതിൽ ഈ യാത്രക്കിടയിൽ ഏതെങ്കിലും മൊമെന്റിൽ റയറായി തോന്നിയിട്ടുള്ള ഒരു ഭക്ഷണ രീതികളോ അതല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതശൈലി, അങ്ങനെ ഇതിൽ അനിമൽസിനെ സ്പോട്ട് ചെയ്തത്?
നമ്മളൊക്കെ സാധാരണ നമുക്ക് ഏറ്റവും വെറുപ്പൊക്കെ തോന്നുന്നൊരു ജീവിയാണ് പന്നി. കാരണം കർഷകർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജീവിയാണ്. ഈ പന്നി കഴിക്കുന്നത് വേസ്റ്റാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നത് പന്നി കഴിക്കുന്നത് ഈ കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട സാധനങ്ങൾ മാത്രമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് എനിക്ക് ആ ധാരണ മാറിയത്. ഒരു റോഡ് സൈഡിലൂടെ പോകുന്ന സമയത്ത്, ഒരു കാനനപാതയിലൂടെ പോകുന്ന സമയത്ത് ഒരു കുരങ്ങ് ചത്ത് കിടക്കുന്ന സമയത്ത് ഈ ചത്ത കുരങ്ങിനെ പന്നി കഴിക്കുന്നുണ്ട്. അവിടെ ഫുഡ് ചെയിൻ ബാലൻസ് ചെയ്യുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര നിമിഷമായി. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ മാംസം കഴിക്കും പന്നി എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. മാംസം കഴിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമ്മൾ സസ്യബുക്കാണെന്ന് പറയുന്നതാണ് പന്നി. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ എപ്പോഴും ആളുകളുടെ ഒരു ആശങ്ക എനിമൽ അറ്റാക്കാണ്. ആ രൂപത്തിൽ ഫേസ് ചെയ്ത് രക്ഷപ്പെട്ടു പോകുന്നൊരു മൊമെൻറ്റ് പറയാൻ. നമ്മൾ തുടക്കകാലത്തെ ഞാനൊക്കെ ഭയങ്കര ആവേശകുമാരായിരുന്നു. അപ്പം നമ്മളിങ്ങനെ എത്ര അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കിയത്. വയനാട് കാടുകളിലൂടെ പോകുന്ന സമയത്ത് അങ്ങോട്ട് നിന്നിട്ട് മുന്നിൽ നിന്നുകൊണ്ട് ആനൻ്റെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആന ആക്രമിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓടി പോന്നു, രക്ഷപ്പെട്ടു. പിന്നീട് നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം നമ്മൾ ആവേശകുമാറാവാതിരിക്കുക എന്നുള്ളതാണ്. ഒരുങ്ങി പോകുന്നുള്ളത്. ഏതെങ്കിലും എനിമൽസിൻ്റെ ഒരു വ്യത്യസ്തം നമുക്ക് ഇന്ത്യയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള എനിമൽസിൻ്റെ ഒരു അറ്റാക്കിങ് രീതി എങ്ങനെയാണെന്നുള്ളതൊന്നും അവർ നേരത്തെ പറഞ്ഞില്ല, ചാർജ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തും. അപ്പോൾ അതിൽ പേടിച്ച് തോന്നുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് ചെയ്യും. ഈ കരടിയുടെ ആക്രമണം തന്നെ രണ്ട് കൈകളിൽ കാലിൽ എഴുന്നേറ്റ് നിൽക്കും. കരടി എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ അത്ര ഉയരം ഉണ്ടാവും. നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇണയെ നമുക്ക് തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ കരടികൾ മാംസവുക്കല്ല. നമ്മളെ മീറ്റൊന്നും അവർ കഴിക്കില്ല. മിശ്ര ബുക്കാണ്. നമ്മളെ മീറ്റ് അവർ കഴിക്കില്ല. ഈ ചതലിൻ്റെ പുറ്റിൽ നിന്നുള്ള റാണിയൊക്കെ അവർ കഴിക്കാറുണ്ട്, തേന് കഴിക്കാറുണ്ട്, വ്യത്യസ്തമായിട്ട് ഇലകളൊക്കെ കഴിക്കാറുണ്ട്, ഷഡ്പദങ്ങളൊക്കെ കഴിക്കാറുണ്ട്. മിശ്ര ബുക്കായിട്ടുള്ള ഒരു ജീവിയാണ് കരടി. പക്ഷേ മനുഷ്യന്മാരെ മീറ്റൊന്നും കഴിക്കുന്ന, അല്ലെങ്കിൽ ഒരു വലിയൊരു മീറ്റൊന്നും കഴിക്കുന്ന ജീവിയല്ല കരടി. അപ്പം കരടീൻ്റെ നഖങ്ങൾ വലിയ നഖങ്ങളായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ പിടിച്ച് മാന്തുന്ന ഒരു സിസ്റ്റമാണ് ഇതാണ്. നമ്മൾ എന്ത് ചെയ്യണം, 1-2 ആളുകൾ കൂടിയിട്ട്, അല്ലെങ്കിൽ 2-ൽ കൂടുതൽ ആളുകൾ കൂടിയിട്ട് വേണം കാട്ടിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. പോയി നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചുറ്റോറ് നോക്കുന്ന ഒരാൾ വേണം. ഒരു സുരക്ഷിതത്വം എന്നുള്ളതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആനപ്പിണ്ടത്തിൽ പ്ലാസ്റ്റിക് നിരന്തരം കാണപ്പെടുന്നുണ്ട് എന്നുള്ളത്. ശരിക്ക് അത് എന്ത് കാരണത്താലാണ് ആളുകൾ ഇത്രയും അശ്രദ്ധ മൂലം പ്ലാസ്റ്റിക് കാട്ടിൽ വലിച്ചെറിയുന്നുള്ളത്? അതുണ്ടാക്കിക്കുന്നൊരു ഭവിഷ്യത്ത് ശരിക്കും എത്രത്തോളമാണ്? ഭീകരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഓരോ ദിവസവും നടത്തുന്നത്. കേരളത്തിൻ്റെ കേസ് വരികയാണെങ്കിൽ കേരളത്തിൽ ഏകദേശം 16 ചുരങ്ങളാണുള്ളത്. അതിൽ നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ, എൻ്റെ തൊട്ടടുത്ത സ്ഥലം കൂടി ആയതുകൊണ്ട് നാട് കാണിച്ചുരത്തിൽ നമ്മളൊരു ക്യാമ്പയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2022 മുതലാണ് തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ അതിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് സഞ്ചാരികളൊക്കെ മാലിന്യങ്ങളും ഒക്കെ ഈ കാനനപാതകളിലൊക്കെ വലിച്ചെറിയുന്ന കാഴ്ച ഉണ്ടാകുന്നത്. മനുഷ്യന്മാർ ഒരു വെള്ളക്കെട്ട് കാണുന്ന സമയത്ത്, ഒരു പുഴ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കാട് കാണുന്ന സമയത്ത് അതിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന സിസ്റ്റം പൊതുവെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഒരു 90% ആളുകളും അത് ചെയ്യുന്നുണ്ട്. ഇതാരും കാണാനില്ല, നമ്മളുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ളതാണ് ആളുകൾ വിചാരിക്കുന്നത്. പക്ഷേ അത് തെറ്റായിട്ടുള്ള ധാരണയാണ്. ഇപ്പോൾ ഈ ആനപ്പിണ്ടത്തിൽ പ്ലാസ്റ്റിക് കാണുന്നത് ആനത് കഴിക്കുന്നതുകൊണ്ടല്ലേ? പ്ലാസ്റ്റിക് മാത്രമല്ല, ഡയപ്പറൊക്കെയാണ് കാണുന്നത്. ഈ ഉപ്പുരസമുള്ള ലേസിൻ്റെ പോലെയുള്ള കവറുകളൊക്കെ, ഉപ്പുരസം എങ്ങനെ ജീവജാലങ്ങൾക്ക് കിട്ടില്ല, അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ലേസിൻ്റെ പോലെയുള്ള കവറുകൾ, ചിപ്സിൻ്റെ കവറുകൾ, ഇങ്ങനെയുള്ള കവറുകളൊക്കെ വലിച്ചെറിയുന്ന സമയത്ത് അതിൽ ഓട്ടോമാറ്റിക് എന്തുണ്ടായിരിക്കും, ഭക്ഷണത്തിൻ്റെ ഒക്കെ ഒരു ഉപ്പുരസം ഉണ്ടായിരിക്കും, ഇത് കഴിക്കുകയാണ്. ഡയപ്പറും അതുപോലെ തന്നെയാണ്. മൂത്രത്തിൻ്റെ ഒക്കെ ഉപ്പുരസം ഉണ്ടാകുന്ന സമയത്ത് ഇത് കഴിക്കുകയാണ്. ഇത് കഴിക്കുന്ന സമയത്ത് മക്കളൊക്കെ വേസ്റ്റും ഈ ഡയപ്പറൊക്കെ വലിച്ചെറിയുന്നതിലൂടെ എത്ര പ്രശ്നമാണ് ഉണ്ടാകുന്നത് എന്നുള്ള ആലോചിച്ചാൽ മതി. ഈ സാധനം അവർ കഴിക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ 1-2 പ്ലാസ്റ്റിക് കവറുകളും ഡയപ്പറും മാത്രമാണ് പുറന്തള്ളപ്പെട്ടത്. ബാക്കിയുള്ള ദഹിക്കാതെ വയറിൻ്റെ അകത്ത് കിടക്കുന്നുണ്ടാവും, എത്രയോ ഉണ്ടാവും. അതുണ്ടാക്കി വെക്കുന്ന പ്രയാസം എത്രയായിരിക്കും. നമ്മളെ വയറിലൊക്കെ ഒരു വയറുവേദന വന്ന സമയത്ത് പ്രയാസപ്പെടുന്ന എത്രയായിരിക്കും. ഇതിൽ വേറെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്, അതിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ സഞ്ചാരികളൊക്കെ ഉപദ്രവിക്കുക ആനകൾ. കാരണം ഈ വയറിന് ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടാവും.
അതിന് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് അസ്വസ്ഥത മൂലമാണ് ചെയ്യുന്നത്. ഈ ട്രാക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള എനിമൽ ഏതായിരിക്കും? ബിഗ് കാറ്റുകൾ തന്നെയാണ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പ്രയാസമുള്ളത്. ടൈഗറിനൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതിലങ്ങനെ ഏതെങ്കിലും ഒരു കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്തൊരു മൊമെന്റ് ഇത്? നമ്മൾ ടൈഗറിനാണ് ഏറ്റവും കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനെ ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു പ്രദേശം ഒരെണ്ണല്ലേ ഉണ്ടാവുള്ളൂ. പുള്ളിമാനുകളൊക്കെ ധാരാളം ഉണ്ടാവും, ലെപ്പേർഡ് തന്നെ കുറേ ഉണ്ടാവും. പക്ഷെ നമുക്ക് ടൈഗറിനെ ട്രാക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെ അധികം ഉണ്ടാവില്ല. ഈ പക്ഷികളുടെ കേസ് വരുമ്പോൾ അതിൻ്റെ ഒരു പരിപാടി എങ്ങനെയാണ്? നമ്മൾ കേരളത്തിൻ്റെ ബേർഡിനെ കുറിച്ച് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ സംസാരിക്കാം. ഈ ഗ്രേറ്റ് ഹോൺബിലിനെ കാണാൻ നെല്ലിയാമ്പതിയിലൊക്കെ ഈ ഒരു കാലഘട്ടം ഒക്ടോബർ ടു ഫെബ്രുവരിയാണ് സാധാരണ അനിമൽസിനെ കൂടുതലായിട്ട് സൈറ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത്. കാലാവസ്ഥകൾക്ക് കൊണ്ടാണ്. ഇപ്പോൾ കാലാവസ്ഥയിലൊക്കെ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഈ ഒരു സമയത്താണ് സാധാരണ കാണുന്നത്. ഇപ്പോൾ ഈ വേഴാമ്പലിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു സമയത്ത് പല ആളുകളും വിചാരിക്കുന്നത് അതിൻ്റെ ലൈഫ് ലോങ് അതിനങ്ങനെയാണ് കേരളത്തിൻ്റെ പക്ഷിയാക്കിയത് എന്നുള്ളതാണ്. ഒരു സമയത്ത് ഒരു ഇണ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെയാണ്. അടുത്തൊരു ടൈമിൽ വേറെ എണ്ണം ഉണ്ടായിരിക്കും. ഒരു സമയത്ത് ഒരു പീരീഡിൽ ഒരു ഇണയായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെയാണ്. അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. ഒരു ലൈഫ് ലോങ് ഒരു ഇണയാണ് എന്നുള്ളത് തെറ്റായിട്ടുള്ള ധാരണയാണ്. പക്ഷേ രാജഹംസം എന്ന് പറയുന്ന ഇതുണ്ട്, ഫ്ലെമിംഗോ എന്ന് പറയുന്നത്, അതിനൊരു ഇണയാണ് എന്നുള്ളതാണ് ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളത്. ഞാൻ അതിനെക്കുറിച്ച് കൊണ്ട് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സമയത്ത് ഒരു ഇണ മാത്രമായിരിക്കുമല്ലോ ഉണ്ടായിരിക്കുക. പക്ഷേ വേഴാമ്പലുകൾ അങ്ങനെയല്ല. ഇതിനെ കാണുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ലൈഫ് സർക്കിൾ ഭയങ്കര രസമാണ്. മുട്ടിടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയോ, അതിന് പ്രത്യേകമായിട്ട് തയ്യാറാക്കിയുള്ള മരത്തിലുള്ള വലിയ മരത്തിലുള്ള ലോങ് വുഡ് ഷോലാസുകളിലാണ് സാധാരണ വേഴാമ്പലുകളെ കാണുന്നത്. വലിയ മരത്തിലുള്ള പൊക്കമുള്ള മരത്തിൽ ഹോളിട്ടിട്ട് അതിൻ്റെ ഹോളിൻ്റെ ഉള്ളിൽ പെൺവേഴാമ്പൽ അതിൻ്റെ തൂവലുകളൊക്കെ പറിച്ച് ഒരു ബെഡ് പോലെ വിരിക്കും. ഒരു മെത്തയാക്കി വിരിച്ചിട്ട് അതിൽ മുട്ടയിട്ട് അടയിരുന്നിട്ട് ആയിരിക്കും എന്ത് ചെയ്യുക. ഈ ഹോളില്ല, ഹോളിൻ്റെ ഭാഗങ്ങളൊക്കെ അടക്കുന്നത് ആൺവേഴാമ്പലിൻ്റെയും പെൺവേഴാമ്പലിൻ്റെയും കാഷ്ടങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അടക്കുന്നത്. അപ്പോൾ ദുർഗന്ധം വമിക്കുന്നതുകൊണ്ട് തന്നെ വേറെ ജീവികളൊന്നും വരില്ല, അതിനെ പിടിക്കില്ല. പാമ്പൊന്നും പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ദുർഗന്ധം ഉണ്ടായതുകൊണ്ട് തന്നെ പിടിക്കില്ല. പിന്നെ ആൺവേഴാമ്പലിന് പുറത്തുള്ള ആൺവേഴാമ്പലിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതറിയോ, ഈ കൂട് പൊട്ടിക്കാൻ പറ്റുള്ളൂ. ഉള്ളിലുള്ള പെൺവേഴാമ്പലിനെ പൊട്ടിക്കാൻ പറ്റില്ല. വല്ലാത്തൊരു കഥ തന്നെയാണത്. കൗതുകം തന്നെയാണ്. അപ്പോൾ പിന്നെ ഇതിന് തൂവലൊക്കെ ഉണ്ടായി, ഇത് കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് തൂവലൊക്കെ ഉണ്ടായതിന് ശേഷം വേണം പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഈ പെൺവേഴാമ്പലിനെ പാറാനും കഴിയില്ല, തൂവലൊന്നുമില്ലല്ലോ. പിന്നെ ഈ ഒരു സമയമല്ലേ മുട്ടിട്ട് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വലുതാവുന്ന ആ ഒരു സമയം വരെ എന്ത് ചെയ്യുന്നറിയോ, ഈ ആൺവേഴാമ്പൽ പല മരങ്ങളിൽ നിന്നൊക്കെ കായ്കളും പിന്നെ ഈ പല്ലിയൊക്കെ പോലെയുള്ള ജീവികളെയും ഷഡ്പദങ്ങളെയും ഒക്കെ പിടിച്ചും കണ്ട് ഇവർക്ക് കൊണ്ടു കൊടുക്കും, ഫുഡ് കൊണ്ടു കൊടുക്കും. അങ്ങനെ സാവധാനമാണ് ഇത് ചെയ്യുക. പിന്നെ ഈ മരത്തിൻ്റെ ചുവട്ടിൽ എന്തുണ്ടാവും എന്നറിയോ, ഈ കായ്കളിങ്ങനെ കൊണ്ടുപോകുന്ന പല വിത്തുകളൊക്കെ ഈ മരത്തിൻ്റെ ചുവട്ടിൽ ചാടും. അവിടെ പുതിയൊരു വെജിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മക്കൾക്ക് മാത്രമല്ല ജീവൻ കൊടുക്കുന്നത്, അവിടെ പുതിയൊരു ഒരു ചെടികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബയോഡൈവേഴ്സിറ്റി നിലനിർത്താനുള്ള ഒരു വെജിറ്റേഷൻ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഈ ആൺവേഴാമ്പലിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക? അങ്ങനെ ചോദ്യമില്ലേ. ആ ആൺവേഴാമ്പലിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളും ഈ പെൺവേഴാമ്പലും എന്ത് ചെയ്യും, ആ കൂട്ടിൽ കിടന്ന് തന്നെ ചത്തുപോകും, ഭക്ഷണമൊന്നും കിട്ടാതെ. വല്ലാത്തൊരു അവസ്ഥയാണ് അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഏതെങ്കിലും വേട്ടക്കാരൊക്കെ ഈ വേഴാമ്പലിനെ പിടിക്കുകയാണെങ്കിൽ പിന്നീട് ഇതാണ് സംഭവിക്കുന്നത്. ശരിക്കും നെല്ലിയാമ്പതി പറമ്പിക്കുളം ആ ഒരു ബെൽറ്റില്ലേ, ശരിക്കും ഗവൺമെൻറ്റിന് കേരളത്തിൻ്റെ പാടല്ലേ, അതൊരു വേഴാമ്പലിനെ സംരക്ഷിത വനമൊക്കെ ആക്കിയിട്ടൊക്കെ പ്രഖ്യാപിക്കുക. ശരിക്കും കേരളത്തിൻ്റെ വേടായിട്ട് പോലും നമ്മൾ ഒരു സംരക്ഷിത വനം ശരിക്കും വേഴാമ്പലിനൊന്നുമില്ലല്ലോ. അതിൻ്റെ ഒരു പേരിൽ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഞാൻ പല ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധ്യത നടപ്പിലാവുന്ന കാലം വരട്ടെ എന്ന് ഒരു കാലം വന്നാലും നല്ലതായിരിക്കും. ഈ എടുത്ത ഫോട്ടോകളിൽ ഏറ്റവും റയറായി കിട്ടിയ ഒരു മൊമെന്റ് ഏതായിരിക്കും? അയ്യോ, വല്ലാത്തൊരു ചോദ്യമല്ലേ.
എല്ലാ മൊമെന്റും റെയർ ആയിട്ടുള്ള ചിത്രം നമ്മളിപ്പോൾ പക്ഷെ പറഞ്ഞതിൽ അല്ല, പിന്നീട് ഇനി ഒരിക്കൽ അത്തരം മൊമെന്റ് കിട്ടാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ അങ്ങനെ അപൂർവമായ അനിമൽ അല്ലെങ്കിൽ ബേർഡ് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. പിന്നീട് എല്ലാ സമയത്തും നമ്മൾ ഇനിയും അതുപോലെയുള്ള ചിത്രങ്ങൾ പ്രതീക്ഷ ഉണ്ട്. പിന്നെ വേറെ സാധനം ഉള്ളത്, നമ്മൾ അതുപോലത്തെ ചിത്രങ്ങൾ എടുക്കാനല്ലേ നമ്മൾ ഇനിയും ശ്രമിക്കുന്നത്. ഇനി വേറെ അതിൻ്റെ ആക്ടിവിറ്റികളൊക്കെ കിട്ടാനൊക്കെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ പുള്ളിമാനുകളൊക്കെ കുത്തുകൂടുന്ന കാഴ്ചയൊക്കെ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട്. പുള്ളിമാനുകളൊക്കെ കുത്തുകൂടുന്നത് ഈ ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അറിയുണ്ടായിരിക്കും, 2 പുള്ളിമാനുകൾ കുത്തുകൂടുന്നത്, അല്ലെങ്കിൽ 2 ജീവികൾ ഫൈറ്റ് ചെയ്യുന്നത്, അതിലേറ്റവും ബലമുള്ള ആളുകൾക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അറിയാം, മേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീമെയിൽ സമ്മതിക്കുള്ളൂ. എല്ലാ ജീവികളിലും അങ്ങനെയാണ്. കിളികളെ രൂപത്തിലാണെങ്കിൽ, ഇപ്പം നേരത്തെ കിളികളെ ചോദിച്ചത് കൊണ്ട് പറയാം, കിളികളെ ഇതിലാണെങ്കിൽ മയിലുകൾ എന്തിനാണ് പീലി വളർത്തിയിട്ട് ആടുന്നത്? മഴ വരാൻ വേണ്ടിയിട്ടാണോ? നമ്മൾ ഒരു ധാരണ അങ്ങനെയാണ്, മഴ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പീലി വളർത്തിയിട്ട് ആടുന്നത് എന്നുള്ള. ഈ മയിലുകൾ അതിൻ്റെ മയിൽപ്പീലികൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ നല്ല ഭംഗിയിൽ കൊണ്ടുനടക്കും. ആൺമയിലുകൾക്കാണ് മയിൽപ്പീലികൾ ഉണ്ടാകുന്നത്. അത് ഭംഗിയിൽ കൊണ്ടുനടക്കും. ഭംഗിയിൽ അങ്ങനെ വിടർത്തുന്ന സമയത്ത് സുന്ദരനായിട്ടുള്ള ഒരു രൂപത്തിൽ കൊണ്ടുനടക്കും. മയിലിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ഡാൻസ് കളിക്കുന്നത്. അങ്ങനെ 1, 2, 3 മയിലുകളൊക്കെ ഡാൻസ് കളിച്ച് ഏറ്റവും ഭംഗിയിൽ, ആ തൂവലിനൊന്നും ഒരു കേടുപാടും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഏതെങ്കിലും മയിൽപ്പീലികൾ പൊട്ടിപ്പോവുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ മയിൽ എന്ത് ചെയ്യും, അവസരം നിഷേധിക്കും, സമ്മതിക്കില്ല. അപ്പോൾ ഇതിലേറ്റവും ഭംഗിയിൽ ആടുന്ന ആ മയിലിനാണ് എന്ത് ചെയ്യാൻ പറ്റുക, മേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കുള്ളൂ. ഇനി ഈ ഒരു ടൈമിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ടൈമിന് വേണ്ടിയിട്ട് ഈ മയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഈ കുരങ്ങും മാനും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കഥ ശ്രദ്ധിച്ചത് സാദിഖലിനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ രൂപത്തിൽ പിന്നീട് അതും അതുപോലത്തെ അതിൽ അനുഭവങ്ങളുണ്ടോ? കാട്ടിലൊരു വിധം ജീവജാലങ്ങളൊക്കെ രണ്ടുപേരും പരസ്പരം ബന്ധപ്പെട്ടിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഈ പുള്ളിമാനുകളും കുരങ്ങുകളും ഉള്ളൊരു സാധനം 2 രൂപത്തിലാണ്. ഈ പുള്ളിമാനുകൾ പോകുന്ന സമയത്ത് കുരങ്ങുകൾ, അതിൻ്റെ പല ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുരങ്ങുകൾ മരത്തിൻ്റെ മുകളിലുണ്ടായിരിക്കും. ഈ മരത്തിലുള്ള മുകളിലുള്ള കായ്കളും പൂക്കളും അല്ലെങ്കിൽ ഇലകളും തളിരുകളൊക്കെ എന്ത് ചെയ്യും, ഈ പുള്ളിമാനുകൾക്ക് കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ ടൈഗറോ ലെപ്പേർഡോ ഇതുപോലെയുള്ള ജീവജാലങ്ങളൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ലയണൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകമായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഒരു വല്ലാത്തൊരു സൗഹൃദമാണ്. തിരിച്ചെന്ത് കിട്ടുന്നുണ്ടോ എന്നുള്ളതല്ല, സൗഹൃദത്തിന് നമ്മൾ തിരിച്ച് കിട്ടിയിട്ടില്ലല്ലോ പല കാര്യങ്ങളും ചെയ്യുന്നത്. തിരിച്ചെന്താണ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ സൗഹൃദത്തിന് അങ്ങനെ തിരിച്ചു കിട്ടണമെന്നൊന്നുമില്ല. അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് കൊടുക്കുന്നു അങ്ങനെയല്ലല്ലോ സൗഹൃദം എന്ന് പറയുന്നത്. ഒരു പരസ്പരം കണക്ട് ചെയ്ത് കണ്ട് പോകുന്നതാണ് സൗഹൃദം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മളങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓരോ ജീവജാലങ്ങളിലും അതുപോലെയുള്ള കാര്യങ്ങളുണ്ടായിരിക്കും, നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കടുവയും മയിലുകളും തമ്മിൽ അങ്ങനെ കണക്ഷനുണ്ട്. ഒരു സ്ഥലത്തായിരിക്കും രണ്ടും ഉണ്ടായിരിക്കുന്നത് അധികം. നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ മയിലുകൾ എപ്പോഴും ഒരു ടൈഗറിനെയോ ലെപ്പേർഡിനെയോ ലയണിനൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എപ്പോഴും പോകുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ഇവരെ ഭക്ഷണക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എന്നിരുന്നാൽ പോലും അവർ തമ്മിൽ സൗഹൃദങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മളിതിനെ കുറച്ചും കൂടെ ഒക്കെ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു തുടക്കക്കാരായ ആളുകൾക്ക് കേരളത്തിൽ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എങ്ങനെ തുടങ്ങാം, അതിൻ്റെ ഒരു സ്റ്റെപ്പ് എങ്ങനെയാണ്, പിന്നെ കേരളത്തിലെ അനുയോജ്യമായ സ്ഥലങ്ങൾ, അതിൻ്റെ പ്രൊസീജിയറുകളൊക്കെ? കേരളത്തിൽ പറമ്പിക്കുളം, തേക്കടി, പിന്നെ കണ്ണൂർ ആറളം, വയനാട് മുത്തങ്ങ, പിന്നെ തോൽപ്പട്ടി, ഇങ്ങനെയുള്ള ധാരാളം സ്ഥലങ്ങളുണ്ട്. ചെമ്മിനി, തൃശ്ശൂരുള്ള ചെമ്മിനി, ആതിരപ്പള്ളി റോഡ്, ഇങ്ങനെയുള്ള ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് അനിമൽസിനെ കാണുകയും സൈറ്റ് ചെയ്യുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ധാരാളം പ്രോഗ്രാംസ് ഉണ്ട്. ആതിരപ്പള്ളിയിലൊക്കെ വായച്ചാലിലൊക്കെ പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ പാലക്കാട് ശിരുവാണിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അനിമൽസ് ചാൻസ് ഓഫ് ലക്കാണ്. നമ്മൾ മൃഗശാലയിലേക്ക് പോകുന്നതല്ലല്ലോ. നമ്മൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിനോട് എപ്പോഴും നമ്മൾ പറയുന്നത്, നിങ്ങൾ നല്ല പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യും. ധാരാളം മാഗസിനുകളുണ്ട്. എത്ര മാഗസിൻ്റെ കവർ ചിത്രങ്ങൾ വരുന്നുണ്ട്. ധാരാളം പത്രങ്ങളുണ്ട്.
ഒരു സാധാരണ ഒരു ജേർണലിസ്റ്റിന് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ജേർണലിസ്റ്റിന് എടുക്കാൻ പറ്റുന്ന ചിത്രങ്ങളല്ല വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര ഡിമാൻഡ് ഉള്ളത്. പിന്നെ നമ്മുടെ ഫേസ്ബുക്കും പിന്നെ ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയ ഒക്കെ അല്ലേ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുക. നമ്മളെ പ്രൊഫഷന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് നമ്മളെ പാഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. നമ്മൾ അതിൽ വെറും ഒരു ഫോട്ടോ എടുക്കുന്ന ആൾ എന്നുള്ളതിനുപരി ഇതിൻ്റെ സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്നത്, ഇതിനെ നിരീക്ഷിക്കുന്നത്, ആളുകൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സിസ്റ്റത്തിലേക്ക് മാറുക. വനം വകുപ്പ് നടത്തുന്ന ധാരാളം പ്രോഗ്രാംസ് ഉണ്ട്, ധാരാളം NGOs നടത്തുന്ന പ്രോഗ്രാംസ് ഉണ്ട്, വളണ്ടിയർഷിപ്പ് ഉണ്ട്, പിന്നെ ആക്ടിവിറ്റികളുണ്ട്. ഇതിലൊക്കെ നമ്മൾ പങ്കെടുക്കുക. ഓട്ടോമാറ്റിക്കലി നമ്മുടെ കരിയറിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതിന് പ്രത്യേകമായിട്ട് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നുമില്ല. നമ്മളൊക്കെ വർക്ക്ഷോപ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പൊക്കെ കണ്ടക്ട് ചെയ്ത് പഠിക്കാവുന്ന ഒരു സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി. പക്ഷേ അനിമൽസിൻ്റെ ബിഹേവിയർ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ധാരാളം വായിക്കണം, ഇതറിയുന്ന ആളുകളോട് ചോദിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഡോക്യുമെൻ്ററീസ് കാണണം. ഈ 20 വർഷക്കാലത്തെ അനുഭവത്തിൽ നമ്മൾ കേരളത്തിൻ്റെയും പുറത്ത് സംസ്ഥാനങ്ങളുടെയും കാടിൻ്റെ സ്വഭാവ രീതികളെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് പക്ഷിമഘട്ടം എന്ന് പറയുന്നത്. അത് നല്ല കണക്റ്റഡ് ആയിട്ടാണ് ഓരോ കാടുകളുള്ളത്. പിന്നെ ഇനി മുതുമലയും മറ്റേ ബന്ദിപ്പൂരൊക്കെ പോകുന്ന സമയത്ത് ഡെക്കാനോട് ചേർന്ന് നിൽക്കുന്ന നിരപ്പായിട്ടുള്ള മലകൾ കുറവായിട്ടുള്ള ഹില്ലുകൾ കുറവായിട്ടുള്ള ഗഡ്സുകൾ കുറവായിട്ടുള്ള കാടുകളാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ കാലാവസ്ഥയിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ട്. ഡെക്കാൻ പീഠഭൂമിയൊക്കെ പോലെയുള്ള സ്ഥലങ്ങളാണ് അവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഊട്ടിയിൽ നിന്നൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഈസ്റ്റേൺ ഭാഗത്തിലേക്ക് കോത്തഗിരി അങ്ങോട്ട് പോയാൽ ഈസ്റ്റേൺ ഗഡ്സിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത്. ലൊക്കേഷൻ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമ്മുടെ വനങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് സംരക്ഷിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ പലപ്പോഴും ചെയ്യാത്തൊരു കാര്യം ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ സഞ്ചാരികൾക്കൊക്കെ കാണാൻ പറ്റുന്നത്, ടൂറിസത്തിന് സംവിധാനം ചെയ്യാൻ പറ്റുന്നത് നമ്മളെന്നും കടത്തിലാണ്. ഈ ടൂറിസത്തിന് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് അവർ ഉപയോഗിക്കാത്തത് എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ സാധാരണ ഒരു റിസോർട്ട് ചെയ്യുന്ന ആൾ എത്ര അധികം അതിനെ പ്രൊമോട്ട് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. ഇത്ര അധികം ഒരു ഫോറസ്റ്റ് സംവിധാനം ഉണ്ടായിട്ട് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കൃത്യമായിട്ട് സാലറിയൊക്കെ കിട്ടുന്നില്ലേ? ഇതിനൊരു സംവിധാനം ചെയ്തൂടെ? ഇങ്ങനെ കാഴ്ചക്കാർക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ട് കാണുന്ന സിസ്റ്റത്തിൽ സംവിധാനം ചെയ്യാൻ പറ്റും. കാഴ്ചകൾ കാണാൻ പറ്റുന്നൊരു സ്ഥലം കൊടുത്തിട്ട്, റിസർച്ച് ചെയ്യാനുള്ള സ്ഥലം കൊടുത്തിട്ട്, പ്രത്യേകമായിട്ടുള്ളൊരു ഫീസ് സംവിധാനമൊക്കെ വെച്ചിട്ട് തേക്കടിയിലൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പറമ്പിക്കുളത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ വേറെയും കാണാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മൾ ചിന്തിക്കാറുണ്ട്. നിലമ്പൂർ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ പ്രപ്പോസലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. CMനെ കണ്ടിട്ട് ഞാൻ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. നവകേരള സദസ്സിലൊക്കെ നമ്മൾ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. ആ പേപ്പറൊക്കെ എന്തായോ ഒന്ന് പഠിച്ചാൽ പോരാൻ മാത്രമേ ഉള്ളൂ. പിന്നെ എന്ത് ചെയ്യാം, നിലമ്പൂർ ഗാർഡനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പം കേരളത്തിലെ ഏറ്റവും അവസാനം വന്ന കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ആ സാങ്ച്വറിയിലേക്ക് ഒരു സഫാരി സംവിധാനമൊക്കെ കൊടുക്കാൻ പറ്റും. ശരിക്കും ഗവൺമെൻറ്റിന് പൈസ ഉണ്ടാക്കാനുള്ളൊരു മാർഗം കൂടിയല്ലേ. എന്നും നമ്മൾ കേന്ദ്രത്തു നിന്നും അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ കടം വാങ്ങുന്ന സിസ്റ്റം നമുക്ക് ഒഴിവാക്കിക്കൂടെ? എത്ര ആളുകൾക്ക് അത് മുഖാന്തരം ജോലി കിട്ടും? അവസരങ്ങൾ ധാരാളമുണ്ട്. അതിസാഹസികത നിറഞ്ഞ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ അതിൽ നിന്ന് പടം വിറ്റ് പോകുന്ന പൈസ കൊണ്ടാണ് ആദിവാസി കുട്ടികളെ സഹായിക്കാൻ ഒരു പ്രോജക്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ജേർണിയിൽ ഇത്തരം ഒരു ഇന്നോവേറ്റീവ് ആശയം വരുന്നത് എങ്ങനെയാണ്? ആ പദ്ധതി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? നമ്മളവരെ വിദ്യാഭ്യാസം കൊടുക്കുന്നൊരു സംവിധാനം ചെയ്യുന്നുണ്ട്. നമുക്കറിയുന്ന അറിവ് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫി റിലേറ്റഡും മീഡിയ സംബന്ധമായിട്ടുള്ള അറിവുകളാണ്. ഇപ്പോൾ മമ്പാടി MES കോളേജിലെ മാസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് സംയുക്തമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത്. അവിടെ മീഡിയ പഠിക്കുന്ന കുട്ടികളുണ്ട്. അതുകൊണ്ട് ആ കുട്ടികളെ വെച്ച് കണ്ടാണ് നമ്മളൊരു ഇത് ചെയ്തിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് നമ്മളതിൽ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക്, ഈ ട്രൈബൽ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യും, നമ്മൾ ഫോട്ടോഗ്രാഫി പഠിപ്പിച്ചു കൊടുക്കും. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവർ കണ്ടത്ര കാഴ്ച വേറൊരു മനുഷ്യന്മാർ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവരടുത്തൊക്കെ ഇപ്പം പുതിയ ടെക്നോളജി പ്രകാരം ഫോണൊക്കെ ഉള്ള കാലഘട്ടമാണ്. അവരൊക്കെ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. കാരണം കോവിഡിന് ശേഷം ലേണിംഗ് പ്ലാറ്റ്ഫോം വന്നതിന് ശേഷം അവരടുത്തൊക്കെ ഫോൺ കയ്യിലുണ്ട്. പിന്നെ ക്യാമറ ഉള്ള കുറേ ആളുകളൊക്കെ അവരുണ്ട്. അപ്പോൾ ഇവർക്ക് ഇതെങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൽ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത്, മീഡിയ ലിറ്ററസി പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത്
ഇവർ നല്ല ചിത്രങ്ങൾ പകർത്താൻ വേണ്ടിയിട്ടുള്ള എങ്ങനെയാണ് ഫ്രെയിം ചെയ്യേണ്ടത്, എങ്ങനെ ലൈറ്റ് ചെയ്യേണ്ടത്, ഷട്ടർ സ്പീഡിനെയും അപ്പാർച്ചറിനെയും ISA എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഹെലിക്യാം ഉപയോഗിക്കേണ്ടതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവരാണ് ശരിക്കും കാടിനെ സംരക്ഷിപ്പിക്കുന്ന മനുഷ്യന്മാർ. അതുകൊണ്ടാണ് അവരിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഈ പ്രൊജക്റ്റുകൾ ചെയ്യുന്നത്. അപ്പം നമ്മളൊക്കെ കിട്ടുന്ന പൈസ ഉണ്ടായതുകൊണ്ട് മാത്രം കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ കിട്ടുന്ന പ്രധാന ഭാഗം അത്തരമുള്ള ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്. പല സമയത്തും ആദിവാസി ഊരുകളിലൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര മോശമായിട്ടുള്ള അവസ്ഥയിലാണ്. നമ്മൾ ഊരുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, സാധാരണ പബ്ലിക്കിനൊന്നും പല സ്ഥലങ്ങളിലും അലോഡ് ചെയ്യാതിരിക്കുക അതിനുള്ളൊരു കാരണം അവരുടെ കാര്യങ്ങൾ പുറത്തറിയരുത് എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ. നമ്മൾ പോയ സമയത്താണ് കണ്ട്, പ്രത്യേകിച്ച് മുണ്ടേരി ട്രൈബൽ കോളനിയിൽ 4 ഊരുകളിലായിട്ട് 4 ടോയ്ലറ്റുള്ളൂ. അവർ ഏകദേശം 600ഓളം മനുഷ്യന്മാരുണ്ട്. നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഒരു പെൺകുട്ടി അവിടെ നിന്ന് കരഞ്ഞു പറഞ്ഞൊരു വാക്കുണ്ട് നമ്മളോട്, പകൽ നിങ്ങൾ ഇങ്ങനെ ടോയ്ലറ്റിലൊന്നും പോകാൻ നമുക്ക് പറ്റുന്നില്ല, ആണുങ്ങളൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് ആണുങ്ങളൊക്കെ നോക്കുന്ന ഒരു ഇതാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ രാത്രിയാണല്ലോ അവർ ടോയ്ലറ്റിന് പോവുക. ഇരുണ്ട് നിൽക്കുന്ന സമയത്ത് ഇരുട്ടിൻ്റെ സമയത്താണ് ഇവർ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ആഗ്രഹിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അലിക്കല്ല, നമ്മുടെ അടുത്തൊരു പണം ഉണ്ടായാൽ നമ്മളതിന് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുമോ നോക്കുന്നുണ്ട്. ഇത്തരം ഊരുകളിൽ എന്ത് ചെയ്യും, ടോയ്ലറ്റ് ഫെസിലിറ്റി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. 2019 നിലമ്പൂരുണ്ടായ പ്രളയത്തിന് ശേഷം വീട് നഷ്ടപ്പെട്ട ആളുകൾക്കൊന്നും ഇപ്പോഴും വീട് കിട്ടാത്ത ആളുകളുണ്ട്. പ്രളയത്തിനൊക്കെ ഉപയോഗിച്ച ഫണ്ടുകളൊക്കെ എന്താ ചെയ്തത് നമുക്കറിയില്ല. അവരൊന്നും ഇപ്പോഴും കിട്ടാത്ത ആളുകളുണ്ട്. നമ്മൾ ജില്ലാ കളക്ടറായി കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. മലപ്പുറം ജില്ലാ കളക്ടർ ഇത്തരം ആക്ടിവിറ്റികൾക്കൊക്കെ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ആളാണ്. അപ്പം താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ അതുപോലെ ചെയ്താൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നടക്കും. നമ്മളതിനുള്ളൊരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളതിൻ്റെ ഭാഗമായിട്ടാണ് നാട് കാണിച്ചുകൊടുത്തൊരു പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് സംവിധാനമൊക്കെ വന്നത്. മലപ്പുറം ജില്ലാ കളക്ടർ ഒറ്റ ആൾ മുഖാന്തരമാണ് അത് ചെയ്തത്. ഞാൻ എത്ര വാതിലുകൾ മുട്ടിയിട്ടുണ്ടെന്നറിയോ ഈ ഒരു പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് വരണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പം അവർ കൃത്യമായിട്ട് അവർ നോക്കുന്നില്ല. അതാണ് എൻ്റെ പ്രശ്നം. ഇത് എല്ലാ സമയത്തും ഇപ്പോൾ ഒരു കളക്ടർക്ക് ഒരു കാര്യം ചെയ്തതിന് ശേഷം അതിൻ്റെ ഏറ്റവും മുകളിലൊക്കെ എല്ലാ ദിവസവും ഇവിടെ വന്നുകൊണ്ട് നിങ്ങൾ പരിശോധിക്കേണ്ടോ നോക്കാൻ പറ്റില്ല. കുറ്റം വരിക കളക്ടർക്ക് വരും. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ സാറിനോട് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നൊരു ആക്ടിവിറ്റി ഇപ്പോൾ എന്താണെന്ന് അറിയോ, നാട് കാണിച്ചുകൊടുത്തിൽ മാസത്തിലൊരിക്കലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നാട് കാണിച്ചുകൊടുത്തിലെ കേരള അതിർത്തി മുതൽ ആനമറി ചെക്ക് പോസ്റ്റ് മാസത്തിലൊരിക്കൽ നമ്മൾ നടക്കും. നമ്മളിത് ആളുകളോട് അനൗൺസ് ചെയ്യും. നമ്മൾ കൂടെ നടക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നടന്നു വരാം. അപ്പോൾ അവിടെയുള്ള കാനന ഭംഗികളൊക്കെ ആസ്വദിക്കുകയും ഓരോ ടൈപ്പ് ഫോറസ്റ്റുകളെ കുറിച്ച് കണ്ട് പറഞ്ഞു കൊടുക്കുകയും അവിടെ മാലിന്യം ഇടുന്ന സ്ഥലങ്ങൾ നമ്മളെ കൂടെയുള്ള ആൾക്ക് കാണിച്ചു കൊടുക്കുകയും അതിൽ യാത്ര ചെയ്യുന്ന ആളുകളോട് നമ്മളിത് പറഞ്ഞു കൊടുക്കുകയും അവരങ്ങനെ ഇതെന്ന് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഞങ്ങളൊരു സമയത്ത് ഇങ്ങനെ നടന്ന് യാത്ര പോകുന്ന സമയത്ത് ഒരു ടീം വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ അവരോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ പ്ലാസ്റ്റിക് വേസ്റ്റ് നിങ്ങളോട് അങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അങ്ങനെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉള്ളതായിട്ട് നമുക്ക് അറിയാൻ പോലും ഇല്ല, ഞങ്ങളോട് ആരും പറഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞത് നന്നായി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ആനത്താരയിൽ നിന്നിട്ടാണ് അവർ ഫുഡ് കഴിക്കുന്നത്. അവിടെ ഏകദേശം 48 ആനത്താര എന്നാണ് തോന്നുന്നു കേട്ടോ, ഞാൻ എഴുതി വെച്ചത് മറന്നു പോയതാണ്. ഈ ആനത്താരയിൽ നിന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അവരോട് പറഞ്ഞു കൊടുത്തപ്പോൾ ഞങ്ങളോട് ആരും ഇതിങ്ങനെ പറഞ്ഞില്ല, എന്നാൽ ഇനി ഞങ്ങൾ തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് ഭക്ഷണവും സാധനങ്ങളൊക്കെ അതിൽ വെച്ചിട്ട് അവർ തിരിച്ചു പോയി. ഇത് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ ഉണ്ടാകുന്നത്.